സാൾട്ടൻ ക്യാമ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 ടി സിയുടെയും അതേപോലെ അഡ്മിഷൻ സമയത്ത് ടി സിയുടെയും സി സിയുടെയും കണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെയും അതേപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെയും വാലിഡിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ കണ്ടക്ട് സർട്ടിഫിക്കറ്റിനെ പറ്റിയും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായും കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുക്കേണ്ടത്, ആരാണ് പുതിയത് വാങ്ങേണ്ടത്, എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് കിട്ടുക, എന്താണ് ഫോർമാറ്റ്, ഇതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഗസറ്റഡ് ഓഫീസറുടെ അടുത്തു നിന്നാണ് പുതിയതായിട്ട് നിങ്ങൾ ഈ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പാൾ പുതിയൊരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ അത് വാങ്ങിയാൽ മതി. അതേസമയം കഴിഞ്ഞ വർഷത്തെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, പുതുതായിട്ട് ഒന്ന് സ്കൂളിൽ നിന്ന് തരുന്നില്ല എങ്കിൽ നിങ്ങൾ അതൊരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് നിന്ന് തന്നെ പുതിയത് വാങ്ങിയിരിക്കണം. ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപകർ, ഗവൺമെൻറ് സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ, ഗവൺമെൻറ് ഹൈസ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, കൃഷി ഓഫീസർ, വെറ്റിനറി ഡോക്ടർ, ഇവരൊക്കെ ഗസറ്റഡ് ഓഫീസർമാരാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരുപാട് ഗസറ്റഡ് ഓഫീസർമാർ ഉണ്ടാകും. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കണ്ടക്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് അതേപോലെ ഇതിനൊരു ഫോർമാറ്റും കൊണ്ട് നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ അതിൽ നിങ്ങൾക്കത് പൂരിപ്പിച്ചു തരും. ആ കണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനൊരു ലിങ്ക് ഇടുന്നുണ്ട്, PDF ഫോർമാറ്റിൻ്റെ. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടക്ട് സർട്ടിഫിക്കറ്റിൽ അത് നിങ്ങളുടെ ബന്ധുക്കളായി തരുന്നതായിരിക്കരുത്. നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും, അതായത് ബ്ലഡ് റിലേറ്റീവ് ആണെങ്കിൽ മാത്രമാണ് പറയുന്നത്. അകന്ന ബന്ധുക്കളാണെങ്കിൽ അത് നിങ്ങളുടെ വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന്, അതായത് സ്വന്തം ഫാദർ അല്ലെങ്കിൽ സ്വന്തം ബ്രദർ അല്ലെങ്കിൽ സ്വന്തം സിസ്റ്റർ, ഇങ്ങനെയൊക്കെ ഗസറ്റഡ് ഉള്ളവരുണ്ടാവും. അവരുടെ അടുത്തൊന്നും കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങാൻ പാടില്ല. അല്ലാതെ റിലേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഹി ഓർ ബാർ ഷീ ഈസ് നോട്ട് റിലേറ്റഡ് ടു മീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര കാലം ഇവരറിയുന്നു, അതേപോലെ നിങ്ങളുടെ കണ്ടക്ട് എന്താണ് എന്നുള്ളതാണ് അതിൽ സർട്ടിഫൈ ചെയ്യുന്നത്. സർട്ടിഫൈ ചെയ്തതിന് ശേഷം ആ ഗസറ്റഡ് ഓഫീസറുടെ പേരും ഡെസിഗ്നേഷൻ സീലും അവിടെ വെച്ചിരിക്കണം. സീല് വെക്കുമ്പോൾ അതിൽ എന്തായാലും പേരുണ്ടാവും. ഡെസിഗ്നേഷൻ സീലാണ് വെക്കേണ്ടത്. എഴുതിയാൽ പോരാ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് പേര് എഴുതിയിട്ട് ഡെസിഗ്നേഷൻ സീല് വെച്ചാലും മതി. അവിടെ ഡെസിഗ്നേഷൻ എഴുതി ചേർക്കുന്ന ചിലരുണ്ട്, അത് പോരാ, ഡെസിഗ്നേഷൻ സീൽ തന്നെ വേണ്ടി വരും. അതേസമയം ഓഫീസ് സീല് നിർബന്ധമില്ല, റൗണ്ട് സീല്. അത് ഓഫീസ് സീല് പല ഗസറ്റ് ഓഫീസറുടെ കയ്യിലും ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അവിടുന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ പറയാണ് അത് ഓഫീസിൽ നിന്ന് ആ റൗണ്ട് സീൽ കൂടി വെച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അത് വെക്കാം. അപ്പോൾ ഡെസിഗ്നേഷൻ സീൽ ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും ഓഫീസ് സീൽ ഉണ്ടായിരിക്കണം. ഓഫീസ് സീൽ നിർബന്ധമില്ല, ഡെസിഗ്നേഷൻ സീൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടക്ട് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസമാണ്. ചിലർക്ക് ടി സിയുടെ കൂടെ തന്നെ TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അത് ആ കേസിൽ ചില കോളേജുകൾ അത് കണ്ടക്ട് സർട്ടിഫിക്കറ്റിന്റെ TC കഴിഞ്ഞ വർഷം വാങ്ങിയതാണെങ്കിലും കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അതിൽ തന്നെ ഉള്ളത് കൊണ്ട് അത് വാലിഡ് ആയിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷെ എല്ലാ കോളേജും അങ്ങനെ സ്വീകരിച്ചോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് 6 മാസം മുമ്പാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് പുതുതായിട്ട് വാങ്ങുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. അതേസമയം ഈ വർഷം പാസ്സായവരാണെങ്കിൽ 2024 പാസ്സായവരാണെങ്കിൽ അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഇനി ചിലര് ഡിഗ്രിക്ക് മറ്റൊരു കോളേജിൽ ചേർന്നിട്ടുണ്ടാവും. ആ കോളേജിൽ നിന്ന് നിങ്ങളെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡോക്യുമെന്റ്സ് കൊടുത്ത കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ കണ്ടക്ട് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തിരിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കോളേജിന്റെ TCയും സ്കൂളിന്റെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒരു പക്ഷേ തരുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ കോളേജിൽ നിന്ന് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് തരില്ല, TC മാത്രം തരും. കാരണം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് അധിക കാലം ആകാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കേസിലും നമ്മൾ ഒരു ഗസറ്റ് ഓഫീസറുടെ അടുത്ത് നിന്ന്
കണ്ടന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കണ്ടന്റ് സർട്ടിഫിക്കറ്റിനെ പറ്റി പറയാനുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. കണ്ടന്റ് സർട്ടിഫിക്കറ്റിന് പ്രത്യേകം അങ്ങനെ ഒരു നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, ഡോക്യുമെന്റ് ആണ്. അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ട ഒരു ഡോക്യുമെന്റ് തന്നെയാണ് കണ്ടന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് കിട്ടിയില്ല എന്ന് പറയുന്നത്, ആർക്കെങ്കിലും അത് സ്കൂളിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരത് നിർബന്ധമായിട്ട് സ്കൂളിൽ നിന്ന് വാങ്ങേണ്ടതാണ്. ഇനി കഴിഞ്ഞ വർഷം കിട്ടിയവരാണെങ്കിൽ വീണ്ടും അതേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ തരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഗസ്റ്റഡ് ഓഫീസറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനിയും ചോദിച്ചോളാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.